കരുമാലൂർ പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ ടി.എ. മുജീബ് നടപ്പിലാക്കി വരുന്ന സ്പെഷ്യൽ മെറിറ്റ് അവാർഡ് വിതരണം മാഞ്ഞാലി സ്കൂളിൽ നടന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. കരുമാലൂർ പഞ്ചായത്ത് 2ാം വാർഡായ മാഞ്ഞാലിയിൽ കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉന്നത പരീക്ഷകളിലും കലാകായിക രംഗത്ത് മികവ് പുലർത്തിയവരെയുമാണ് അനുമോദിച്ചത്. SSLCയിൽ 37 വിദ്യാർത്ഥികൾക്കും +2വിൽ 32 പേർക്കും അനുമോദനം നടത്തി. വാർഡ് മെമ്പർ ടി.എ. മുജീബിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 വർഷമായി തുടർന്നു വരുന്ന മികവ് 2024 സ്പെഷ്യൽ മെറിറ്റ് അവാർഡിന്റെ ഭാഗമായാണ് ഇക്കുറിയും അവാർഡ് വിതരണം സംഘടിപ്പിച്ചത്. MBBS പഠനം പൂർത്തീകരിച്ച് ഡോക്ടറായ മുഹമ്മദ് അസറുദ്ദീൻ, ഇടുക്കി മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ ലഭിച്ച ആൻസിയ സംജാദ്, B.Ed ഫിസിക്കൽ സയൻസ് പരീക്ഷയിൽ 10ാം റാങ്ക് കരസ്ഥമാക്കിയ കാർത്തിക, സംസ്ഥാന കലോത്സവത്തിൽ പണിയ നൃത്തം A ഗ്രേഡ് നേടിയ സിബി മിഥുൻ, പറവൂർ ഉപജില്ലാ ഫുട്ബോൾ ടൂർണമെന്റ് ജേതാവായ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ആദിൽ മുഹമ്മദ് എന്നിവരെ ആദരിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പിന്നെ മുജി ഒരു മാതൃകാ പഞ്ചായത്ത് മെമ്പറാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് മറ്റെല്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കും മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ തന്നെ ചിലപ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. ചിലപ്പോൾ രാത്രി 12 മണിക്ക് മാഞ്ഞാലി ചിലപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നായിരിക്കും ആ ഫോൺ വരുന്നത്. ചിലപ്പോൾ വെളുപ്പിന് 5 മണിക്കായിരിക്കും എറണാകുളത്തെ ഏതെങ്കിലും ആശുപത്രിയിൽ നിന്ന് ഫോൺ വരുന്നത്. ഈ പ്രദേശത്ത് ആരെങ്കിലും ആശുപത്രിയിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അവരുടെ കൂടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടാകും. എൻ്റെ ആവശ്യം വന്നാലും അദ്ദേഹത്തിന് കഴിയാത്ത, അവരുടെ പരിമിതിയിൽ നിൽക്കാത്ത കാര്യമാണെങ്കിൽ ഞങ്ങളെയെല്ലാം വിളിച്ചത് ചെയ്യിപ്പിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന അംഗമാണ്. വാർഡ് മെമ്പർ ടി.എ. മുജീബ് അധ്യക്ഷത വഹിച്ചു. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യുവതലമുറയായി മാറുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞ 4 വർഷം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ മുഴുവൻ ആളുകൾക്കും പ്രത്യേക അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മുഖ്യാതിഥിയായിരുന്നു. കുന്നുകര പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു, സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി.എ. നവാസ്, പറവൂർ കാർഷിക വികസന ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ.വി. പോൾ, കരുമാലൂർ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ A.M. അലി, മാഞ്ഞാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P.A. സക്കീർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ V.P. അനിൽകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ E.M. അബ്ദുൽ സലാം, K.M. ബിലൈജു, A.B. അബ്ദുൽ ഖാദർ, P.A. ഷാജഹാൻ, T.H. അബ്ദുൽ സത്താർ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളോട് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുമോദനങ്ങൾ ലഭ്യമാകും. നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് അനുമോദനങ്ങൾ ലഭ്യമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ അനുമോദനങ്ങളെല്ലാം ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അതൊരു കരുത്തായി മാറണമെന്നാണ് എനിക്ക് സ്നേഹം അഭ്യർത്ഥിക്കാറുള്ളത്. നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമുള്ള നാടായി നമ്മുടെ നാട് മാറുകയാണ്, പ്രതിപക്ഷത്തോട് ചൂണ്ടിക്കാട്ടിയതുപോലെ. പക്ഷെ അങ്ങനെയൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാകുമ്പോഴും നമ്മുടെ നാട്ടിൽ വർത്തമാന കാലഘട്ടത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കടന്നുപോയി ആത്മഹത്യ ചെയ്യുന്ന ഒരു തലമുറയായി പലപ്പോഴും നമ്മുടെ നാട്ടിൽ പുതിയ തലമുറ മാറുകയാണ്. ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ കഴിയാതെ ജീവിതത്തിൽ ഒളിച്ചുകൂടുന്നവരായി നമ്മുടെ കുട്ടികൾ മാറുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും, ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ഘട്ടം പോലും ഉണ്ടാകും. പക്ഷേ അതിനെല്ലാം തട്ടി അകറ്റി, അതിനെല്ലാം അതിജീവിച്ച് നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു നിശ്ചയദാർഢ്യം നിങ്ങൾ ഉണ്ടാകണം.